ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു SCERT ടെക്സ്റ്റ് ലെസണാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഒരു SCERT ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി. അതായത് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഈ ലെസൺ പഠിക്കുന്നത്. നമ്മൾ ഓർഡറിലല്ല പോകുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ക്ലാസ് വൈസ് SCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമുക്ക് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ച് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ലെസൻ്റെ പേര് നമ്മുടെ ഭൂമി. അപ്പം തന്നെ അറിയാം നമ്മൾ ഭൂമിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഭൂമിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. അപ്പോൾ ഭൂമി എന്താണെന്നുള്ളതിൻ്റെ ഒരു നമുക്കറിയാം അല്ലേ. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു നമ്മുടെ ഭൂമി. പിന്നെ നിരന്തരം മഴ പെയ്തു, ഈ മഴയിൽ ഭൂമി തണുത്ത് പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നു. ഇനി നമുക്ക് ശ്വസിക്കാൻ വേണ്ടി വായു, മറ്റാവശ്യങ്ങൾക്കായിട്ടുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, ഇങ്ങനെയെല്ലാം ഭൂമി നമുക്ക് തരുന്നുണ്ട്. ഇനി ഭൂമിയുടെ ഉള്ളറകളിലേക്ക് എന്നതാണ് അടുത്ത തലക്കെട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വായിച്ചു പോകാം. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത്, അതായത് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം എത്രയാണെന്നാണ് പറയുന്നത്? 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലേ. അതിനും അപ്പുറമാണ്. ഇവിടെ നമ്മളോട് നിങ്ങൾ ഖനികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഖനികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം കണക്കാക്കിയിരിക്കുന്നതാണ് 6371. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്നാൽ മനസ്സിലാക്കാൻ സാധ്യമാണോ? അല്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നുമൊക്കെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങളും നിഗമനങ്ങളുമൊക്കെ നടത്തുന്നത്. ഇനി ഭൂമിയുടെ ഘടനയുടെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഭൂമിയെ പാളിയായിട്ട് തിരിച്ച് തന്നിട്ട് അതിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് പിക്ചറിൽ കാണാം ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അതിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഏറ്റവും പുറമേ കാണുന്നത് കണ്ടോ, ബ്ലൂ ഷെയ്ഡിൽ, അതാണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി. അതിനെന്ത് പറയും? ഭൂവൽക്കം ക്രസ്റ്റ്. ഇനി അടുത്തത് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഭൂവൽക്കത്തെക്കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം വരുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയാണ് മാൻഡിൽ വരുന്നത്. ഭൂവൽക്കം കഴിഞ്ഞ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്.
ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെയും ആദ്യം വരുന്നത് ഭൂവൽക്കം, ഈ ഭൂവൽക്കം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ മാൻഡിൽ. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലും കൂടി ചേർന്ന് വരുന്ന ഭാഗത്തിന് എന്ത് പറയും? ശിലാമണ്ഡലം എന്ന് പറയും. ലിത്തോസ്ഫിയർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അഥവാ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പം ഈ ലിത്തോസ്ഫിയറിന് താഴെ ഈ ഭൂവൽക്കവും മാൻഡിലും കൂടി ചേരുന്ന ഭാഗത്തിന് താഴെ അർദ്ധദ്രവാവസ്ഥയിൽ, അതായത് ഈ ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുങ്ങി മാഗ്മ എന്ന് നമ്മൾ പറയില്ലേ, കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അസ്തനോസ്ഫിയർ ദ്രാവകാവസ്ഥയിലാണ്. പക്ഷേ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗമോ അത് ഖരാവസ്ഥയിലാണ്. ഇനി ഇതിന് തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് കാമ്പ്. മാൻഡിലിന് താഴെയാണ് കാമ്പ് കാണപ്പെടുന്നത്. പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് കാമ്പിനെ നമ്മൾ തിരിക്കുന്നു. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിനെ നിഫെ എന്ന് പേരുണ്ട്. അപ്പോൾ കാമ്പ് ഏതൊക്കെ ചേർന്നതാ? നിക്കലും ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നിഫെ, നിക്കലിൻ്റെ എണ്ണയും ഇരുമ്പിൻ്റെ എഫിയും ചേർത്ത് നിഫെ എന്ന് പറയുന്നു. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ അകക്കാമ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് വരും അല്ലേ, അപ്പം കോർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഏകദേശ ചൂട് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. ഇനി ഭൂമിയുടെ ഘടനയും സവിശേഷതകളും നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ, ലിത്തോസ്ഫിയർ വരും. ഭൂവൽക്കത്തിന് തൊട്ട് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് മാൻഡിൽ. മാൻഡിലാണെങ്കിൽ ഇവിടെ എക്കിനെ കാണപ്പെടുന്നു. ഉപരിഭാഗം ശിലാമണ്ഡലം എന്നും ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. മാൻഡിലാണ് അസ്തനോസ്ഫിയറും ലിത്തോസ്ഫിയറും വരുന്നത്. അതിനുശേഷം നിഫെ എന്നറിയപ്പെടുന്നു. നിഫെ ആണെങ്കിലോ നിക്കലും അതുപോലെ തന്നെ ഇരുമ്പ് അല്ലേ, നിക്കലും ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അകക്കാമ്പിൽ ചൂട് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള താരതമ്യേന നേർത്ത പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്. അപ്പം ശിലാനിർമ്മിതമാണ് അല്ലേ, നേർത്തതാണ്. ഉറപ്പുള്ളതാണോ? നേർത്തതാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശരിയാണ്. ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അല്ലേ, ശരിയാ. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. ദ്രവാവസ്ഥയിലാണോ പുറക്കാമ്പ്? പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് അല്ലേ, ശരിയാ അല്ലേ. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളാണ്. ശരിയാ. കാമ്പിനെ നിഫെ എന്നും പേരുണ്ട്. അത് ശരിയാ അല്ലേ. ഇനി അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക. നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അന്തരീക്ഷ സംരചനയെപ്പറ്റി പറയുന്നുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ആ പോയിൻ്റ് ഒന്ന് ഓർത്തോണം. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു 29 കിലോമീറ്റർ ചുറ്റളവിലാണ് അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായു, ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത്
അന്തരീക്ഷത്തിൽ നിന്നുമാണ്. അപ്പോൾ ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അന്തരീക്ഷ വായുവിലെ വാതകങ്ങളുടെ ഒരു അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷ വായുവിൽ 78% എന്താണ്? നൈട്രജനാണ്. 21% എന്താണ് വരുന്നത്? 21% ഓക്സിജനാണ്. അപ്പം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള ഈ 78% നൈട്രജൻ വരുന്നു. അപ്പോൾ അന്തരീക്ഷ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണുള്ളത്. അതിനുശേഷം 21% 21% ഓക്സിജൻ വരുന്നത്. അപ്പോൾ 99% ഇല്ലേ? ബാക്കി 1% ഏതൊക്കെ വാതകങ്ങൾ വരുന്നത്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നീ വാതകങ്ങൾ only 1%, 1% മാത്രമാണ് അന്തരീക്ഷത്തിലെ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ, അത് കഴിഞ്ഞ് ഓക്സിജൻ, ദെൻ 1% ഈ വാതകങ്ങളെല്ലാം കൂടി അല്ലേ? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവ. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് നൈട്രജനാണ്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം വരുമെന്ന് ചോദിച്ചാലോ 99% വരുന്നുണ്ട്. സൂര്യതാപമേറ്റ ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്താണ് ബാഷ്പീകരണം? സൂര്യൻ്റെ ചൂടേറ്റ് ഭൗമോപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്നു. ഈ പ്രക്രിയയാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. പൊടിപടലങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗത്ത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്? അത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുത്തുന്നു. അതിനാലാണ് ഈ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് എന്ന് ചോദിച്ചാൽ, കാറ്റിലൂടെ എത്തുന്നു, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നു, ഉൽക്കകൾ കത്തുന്നതിലൂടെ ചാരത്തിലൂടെ പുറത്തു വരുന്നു. നമ്മുടെ ഭൂമിയിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ബോക്സൊക്കെ തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഠന പ്രവർത്തനമാണ് തന്നിരിക്കുന്നത്. ഇവിടെ അന്തരീക്ഷം മലിനമാകുന്നതിൻ്റെ പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അമ്ലമഴയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അമ്ലമഴ? കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ വെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിൻ്റെ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7ആണ്. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? 7ആണ്. അപ്പോൾ അമ്ലമഴ എന്താ? കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്നു ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിന് അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? അത് 7ആണ്. ഇനി പുകമഞ്ഞ്, സ്മോഗ്. എന്താണ് സ്മോഗ് എന്ന് ചോദിച്ചാൽ, പുകയും മൂടൽമഞ്ഞും ചേർന്ന പുകമഞ്ഞ് രൂപപ്പെടുക. പുകയും വരും, മൂടൽമഞ്ഞും വരും. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടം കത്തിക്കൽ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നു. നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ വാർത്തകളിൽ പുകമഞ്ഞിനെ കുറിച്ച്. അപ്പോൾ ഇതെല്ലാം അന്തരീക്ഷ മലിനീകരണം കാരണം
സംഭവിക്കുന്നതാണ്. ഇനി അന്തരീക്ഷത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ആദ്യം എന്ത് വരുന്നു? ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന് മുകളിൽ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്ഫിയർ. അപ്പം അന്തരീക്ഷത്തിൻ്റെ ഘടനയാണ്. അന്തരീക്ഷത്തെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5ആയിട്ട് തിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ. ഇനി ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? ഭൂമിയുടെ ഉപരിതലത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് തന്നെ പറയാം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവ പ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണ് ഉള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരമുണ്ട്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമിയിൽ നിന്നും ശരാശരി ഉയരം 13 കിലോമീറ്ററുമാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇവിടെ ഇത്രയും അകലം വന്നിരിക്കുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. അപ്പം മഴയും മഞ്ഞൊക്കെ സംഭവിക്കുന്ന കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാത്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. എന്താണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ കുറയുന്ന ഈ പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിൽ ഉള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. അതായത് ചൂട് കൂടി വരുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഇനി ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നും അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ സൂര്യനിൽ നിന്നും അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യം. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങളെയും ആവാസ വ്യവസ്ഥയെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു. അപ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നിവിടെ തന്നിട്ടുണ്ട്. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ ഇവയ്ക്കൊക്കെ ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ കാരണമാകുന്നു. ഈ ഓസോൺ ദിനം എന്ന സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയുമാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി അടുത്തത് മീസോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും
ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അപ്പോൾ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അതേതാ? മീസോസ്ഫിയർ. അടുത്തതാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. അപ്പോൾ തെർമോസ്ഫിയറിലും എങ്ങനെയാണ്? ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് പറയുന്നു. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് പറയുന്നു. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകൾ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. അപ്പോൾ റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് എവിടെയാണ്? അത് അയണോസ്ഫിയർ. എക്സോസ്ഫിയർ എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും ഉള്ള ഉയരം, താപനിലയിലുണ്ടാകുന്ന മാറ്റം, മറ്റ് സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് നമ്മൾ പഠിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം ട്രോപ്പോസ്ഫിയർ തന്നിട്ടുണ്ട്, എക്സോസ്ഫിയർ തന്നിട്ടുണ്ട്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ എക്സോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലേ. പിന്നെ വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നു. ഇവയെല്ലാം എന്താണ്? എക്സോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വായു തന്മാത്രകൾക്ക് ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്ന ഭാഗമാണ് എക്സോസ്ഫിയർ അല്ലേ. എക്സിറ്റാണ് അവിടെ. 400 കിലോമീറ്ററിന് മുകളിലാണ് ഇതിന് ഏകദേശം നോക്കിയേ, മുകളിലാണ് എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തെർമോസ്ഫിയറിന് ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു അല്ലേ. എക്സോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. പിന്നെ എന്താ ചോദിച്ചാൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി മീസോസ്ഫിയർ ആണെങ്കിലോ, മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ഉൽക്കകൾ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഉൽക്കകൾ അതെ മൈനസ് താപനില വളരെ ഉയരത്തിലെത്തുമ്പോൾ ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖലയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് ട്രോപ്പോസ്ഫിയർ ആണെങ്കിലോ, ട്രോപ്പോസ്ഫിയറിന് താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അന്തരീക്ഷത്തിൻ്റെ ഘടനയാണ് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഓസോൺ ഡേ എന്ന സെപ്റ്റംബർ 16 അന്തരീക്ഷ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതും പഠിച്ചാൽ മതി നമ്മൾ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പുകമഞ്ഞ്, ബാഷ്പീകരണം, ഘനീകരണം ഇവയൊക്കെ ഒന്ന് നോക്കി വെക്കുക. അന്തരീക്ഷ വാതകങ്ങളുടെ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഭൂമിയുടെ ഘടന നമ്മൾ പഠിച്ചായിരുന്നു. ഭൂവൽക്ക മാൻഡില കാമ്പ് അത് നോക്കിയിരിക്കണം. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൂവൽക്ക മാൻഡില പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിവയെല്ലാം. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. പാഠമൊന്നും നിങ്ങൾ കണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് ഈ SCERT ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ, PSC ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയൊക്കെ SCERT ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പം ചില പാഠങ്ങളിലൊക്കെ ഒരു പോയിൻ്റ് പോലും നമുക്ക് കളയാനില്ല. എല്ലാം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ആദ്യം പഠിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് പരീക്ഷകൾക്ക് ആവശ്യമുള്ളതല്ലേ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സുകൾ കാണുക.
ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു അഭിപ്രായവും കമൻറ്റും ഒക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.